ഞാൻ ഈ വീഡിയോ വന്നത്. എൻ്റെ പേര് ഇർസു, ഒരു ഇർസു ബ്ലോഗറാണ്. ഐ ഗായ്സ് കൂട്ടുകാരാ, എല്ലാ കൂട്ടുകാർക്കും ഐ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും ഇങ്ങോട്ട് വരി നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം. ഇങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽട്ടം വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചത് നിങ്ങളൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ആൾക്കാരല്ലേ, ഗുൽബാറിലും ബേക്കറിയിലൊക്കെ നിന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ചിക്കൻ സാമിസിൻ്റെ ഒരു യഥാർത്ഥ കാര്യം കണ്ടാൽ നിങ്ങൾ നെട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങളത് കണ്ടാൽ തന്നെ അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അത് കണ്ടു നോക്കി. ഇവർക്ക് മനസ്സിലായല്ലോ, ഇതാണ് ചിക്കൻ സാമിസ് കഴിച്ചാൽ ഇതുപോലെ ഇക്കാരം കണ്ട. ആ പെണ്ണ് പൗതി തിന്നിക്കണം. ചിക്കൻ സാമിസ് പൗതി തിന്നിക്കണം. അതിന്റെ പീയാണ് പുറത്തെടുക്കുന്നത്, പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക. ആ പീയാണത്, വലിയ പീജ്. ആ പീജ് വയറിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പള്ളയിനുള്ളിലേക്ക് ആ പീ പോയിട്ടാവും. അപ്പൊ അത് പൗതി തിന്നിക്കണം. ഒന്ന് കാണാം, ഒന്നുകൂടി കാണിച്ചതാ. നിങ്ങൾ പോയി ഹോട്ടലിൽ പോയി തിന്നുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇനി നിങ്ങൾ മേലാർക്ക് തിന്നാൻ പോകരുത്. അത് കണ്ടാ നിങ്ങൾ ഇട്ടു തിന്നി കാണി. അത് കാണണം. കാണുന്ന വേണം. ഇത് കാണാതെ എന്താണ് കിടന്നു മരണത്? കാരണം എന്താണ് കിടന്നു മരണത്? പിജാണത്. പിജ് കിടന്നു മറിയാണ്. ആ ചിക്കൻ സാമ്പസിന്റെ ഉള്ളിൽ കിടന്നു മറിയാണ്. കണ്ടില്ലേ? എന്താ കാരണം? ഈ പിടിച്ചിലൊക്കെ വെക്കുന്ന കോഴിക്കാരം ഉണ്ടോ? പിടിച്ചിലെ വെക്കുന്ന കോഴി, ആ കോഴിന്റെ ഉള്ളിൽ നിന്നാണ് അങ്ങനത്തെ കോഴിന്റെ ഇതാണിത് കണ്ടോ, ചിക്കൻ സാമിസ്. ഇത് കഴിച്ചാൽ ഇതുപോലെയാവും. കണ്ടില്ലേ? നിങ്ങളൊക്കെ കണ്ടോളി. പെണ്ണുങ്ങളും അതുപോലെ തന്നെ ചെക്കന്മാരൊക്കെ പോയി കഴിക്കുമ്പോ, ചിക്കൻ സാമിസ് കഴിക്കുമ്പോ കണ്ടാ പിജ് കണ്ടില്ലേ? കണ്ടൊക്കെ എല്ലാവർക്കും അറപ്പാവും. കണ്ടു നോക്കി. കിടന്നു മറിയാണ്. ഇതല്ലേ നിങ്ങൾ കഴിക്കാൻ പോണത്? ഇതല്ലേ നിങ്ങൾ എല്ലാ കടയിലും പോയി കഴിക്കാൻ പോണത് അല്ലേ? കാരണം നിങ്ങൾക്ക് വെറുതെ കിട്ടിയാലും നിങ്ങൾ പോയി കഴിക്കും. അതെ, രസിയാക്കൾ പോയി കഴിക്കും ചിക്കൻ സാമിസ്. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഛർദി വന്നാലും, ഓക്കാന വന്നാലും, വയറിളക്കം വന്നാലും, വയറുവേദന വന്നാലും, പള്ളവേദന വന്നാലും ഇടയ്ക്കിടയ്ക്കൽ മറക്കും. അത് നിങ്ങൾ മറക്കാക്കൂല. നിങ്ങൾ മറന്നു പോകാത്ത ഏതാണ്? കാരണം നിങ്ങൾ ഒരു കല്യാണ പേരെന്ന് നിങ്ങൾക്ക് ചിക്കൻ സാമസ് കഴിക്കുമ്പോൾ അത് നിങ്ങൾ ചിലപ്പം അതിന് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ കഴിക്കും. കിട്ടിയത് വെറുതെ അല്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് വെറുതെ കിട്ടില്ല എന്ന്. കണ്ടില്ലേ? കണ്ടോ? ഇതേക്കാരം കണ്ടില്ല നിങ്ങള്. അവിടെ മനസ്സിലാക്കണം. അപ്പൊ എല്ലാവരോടും പറയാ, എല്ലാവരോടും ടീച്ചർമാരുണ്ട് ചിക്കൻ സാമിസ് കഴിക്കണം. ടീച്ചർമാരോടും മാസ്റ്റർമാരോടും വിദ്യാർത്ഥികളോടൊക്കെ പറയുകയാണ്, ചിക്കൻ സാമിസ് കഴിച്ചവനക്ക് വയറുവേദന, വയറിളക്കം, ഛർദി, ഓക്കാനം, ആ പിജ അടക്കം ഛർദിയിൽ പോരും.
കണ്ടില്ലേ കണ്ടില്ലേ? കഴിച്ചോളി. ഫ്രിഡ്ജിൽ വെച്ച കോഴി ഉണ്ടല്ലോ, അത് കഴിച്ചോളി. ചൂടാക്കി വെക്കി. ഫ്രിഡ്ജിൽ വെക്കുന്ന കോഴി ഉണ്ടല്ലോ, ആ ഫ്രിഡ്ജിൽ വെക്കുന്ന കോഴി കൊണ്ട് ചൂടാക്കി കൊടുക്കും. മാതാപിതാക്കളെ ചൂടാക്കി നിങ്ങൾ രാവിലെ കൊടുക്കി. നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കി. നിങ്ങളെ കുട്ടികൾക്ക് രാവിലെ ചൂടാക്കി കൊണ്ട് കൊടുക്കി. കോഴി തണുത്ത കോഴി ഉണ്ടല്ലോ, ആ തണുത്ത കോഴി പിടിച്ച് വെച്ചോളി. ആ ബാക്കിയുള്ള കറി പിടിച്ച് വെച്ചോളി. അപ്പൊ ഇതുപോലെ നോക്കി, ഇതുപോലെ ആകും. ഇപ്പൊ ചിക്കൻ സാമസിലുണ്ടായതാണത്. ചിക്കൻ സാമസിലുണ്ടായത് ഞാൻ പറഞ്ഞല്ല, ചിക്കൻ സാമസിലുണ്ടായതാ. ഉണ്ടാക്കി കടയിൽ നിന്ന് കഴിക്കുമ്പോൾ നോക്കണം. കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോ എനിക്കൊരാളെ അയച്ചെന്നാണ് കേട്ടോ. ചിക്കൻ സാമസിലുള്ളതാണ്. ഇതുപോലെ അല്ലേ? പല അസുഖം കൊണ്ടാണിത്. ചിക്കൻ പനി ഇതൊക്കെ ഉണ്ടാകാറുണ്ട. ഇങ്ങനെ പോട്ടെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം കഴിച്ചിട്ടാണ്. ഇങ്ങനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം കഴിച്ചിട്ടാണ് അത് ഉണ്ടാകുന്നത്. ഇങ്ങനെ പോട്ട സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പോട്ട സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാകാനാണ്. ശരിയല്ലേ? പോയി കഴിച്ചോളി. നിങ്ങൾ നല്ല കഴിച്ചോളി. നല്ല ഉത്സാറാക്കിയാണ്ട് കഴിച്ചോളി. ഇപ്പോഴത്തെ പോലെ നല്ല ഉത്സാറാക്കിക്കൊണ്ട് നല്ല കഴിച്ചോളി. ഈ സ്കൂൾ വിദ്യാർത്ഥികളും എൻ്റെ പൊട്ട വിദ്യാർത്ഥികളൊക്കെ പോയി കഴിച്ചോളി. നല്ല പള്ള നിറച്ച് ചിക്കൻ സാമിസാണ്ട് കഴിക്കുക. ഒന്നും നോക്കണ്ട. ഫ്രിഡ്ജ് അങ്ങോട്ട് വയറിനുള്ളിക്കാണ്ട് കയറുമ്പോ തന്നാലെ പഠിച്ചോളും. പിന്നെ തിന്നേണ്ടി വരില്ല. പിന്നെ വെടിക്കെട്ടുമ്പോ കിടക്കേണ്ടി വരും. പിന്നെ കോയില് പിന്നെ വെടിക്കെട്ടുമ്പോ എടുക്കേണ്ടി വരും. പിന്നെ ഒന്നായിട്ട് കീറി പൊളിച്ചും. ലോട്ടർ ഒന്നായിട്ട് കീറി പൊളിച്ചും. ഒന്നായിട്ട് ഇങ്ങോട്ട് കീറിക്കോടെ എടുക്കും. പിജിന അല്ലേ? കീറി പൊളിച്ചുകൊണ്ടേക്കാ നിങ്ങളെ കൊണ്ടുവരാ. എന്തിനാണ് നിങ്ങൾ ഇതുപോലത്തെ സാമിസ് കഴിക്കണത്? ചിക്കൻ സാമിസ് കഴിക്കാൻ പാടില്ല. കണ്ടില്ലേ? അതാണ് പറഞ്ഞത് കേട്ടോളി. പറഞ്ഞത് കേൾക്കണം. ഉണ്ടോ? ഉണ്ടല്ലേ? പറഞ്ഞത് കേൾക്കാനായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ എടാപ്പുറത്ത് പോയി ചാടിയാല് പോയി തിന്നാൻ നിൽക്കണ്ട. ഏതൊരു ഹോട്ടലിലായാലും ഏതൊരു കുൾബാറിലായാലും ഏത് തട്ടുംകടയിലായി പോയി തിന്നാൻ നിൽക്കണ്ട. ഇതുപോലെ ആകും. പിജ്ജ അത് തിന്നാൻ നിൽക്കണ്ട. വയറത്തിലായി കഴിഞ്ഞാൽ ഛർദി, ഓക്കാനം, വയറിളക്കം എല്ലാം ഉണ്ടാവും. ഓക്കെ.